ഹലോ! അങ്ങനെ ഞങ്ങൾ പുതിയ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നേരത്തെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗ്ലാസ് ടോപ്പായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോയിലായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാധനം ഡോളറാമീന്ന് വാങ്ങിച്ചിട്ട് അതിനുള്ളിൽ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം എന്തായാലും ഞാനപ്പോൾ ഉടനെ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. എന്നാലും വെറുതെ ഒരു പേടി ഉണ്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഐറ്റം ഇരിപ്പുണ്ടല്ലോന്ന്. എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് തിന്നതിന് ശേഷം നമുക്ക് ജോലി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുപ്പി തുറക്കാനുള്ള തത്രപ്പാടിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ടിപ്പ് അറിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. തുറക്കാനായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന അടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വല്ല ഫോർക്കോ, നൈഫോ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു എയർ ഒന്നിങ്ങനെ കുത്തി ഒന്ന് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഐറ്റം എന്ന് മനസ്സിലായോ? സംഭവം തേൻനെല്ലിക്കയാണ്. കുറേ നാളായി കഴിച്ചിട്ട്. അതായത് നാട്ടിൽ വെച്ച് കഴിച്ചതാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാനത് കഴിക്കുന്നത് കണ്ടിട്ട് മോൻ അവിടെ ബാക്കിലിരുന്ന് എനിക്കും വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൾ പറന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ബൗളിലെടുത്തിട്ട് കൊടുക്കുകയാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയിട്ടും ക്യാമറയുമായിട്ടുള്ള മൽപ്പിടുത്തം ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. കാരണം ഞാൻ വിചാരിക്കുന്നിടത്തേക്ക് ക്യാമറ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് നല്ല രീതിയിലുണ്ട്. ഇപ്പൊ ഈ ക്യാമറ എടുത്ത് എന്തിന്റെയോ പൊക്കത്താണ് ഞാൻ അതും മറന്നുപോയി. എവിടെയോ പൊക്കത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത്. അതാണിപ്പം ഇങ്ങനെ എന്തോ 2 കുരുട്ട് സാധനങ്ങളെ പോലെ ഞങ്ങൾ നിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനുള്ളിൽ ഈ ഒരു പാക്കറ്റിനുള്ളില് 10 ഫോയിലാണ് വന്നിട്ടുള്ളത്. ഇനി സത്യം പറയാലോ ഇത് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഇളക്കി എടുക്കേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. ഞാൻ എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ പിടിച്ചു നോക്കി. പിന്നെ ഞാനിത് വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആ ഒരു സമയത്താണ് ദേ അപ്പൊ എന്റെ ക്യാമറ പോയി. ആള് എന്റെ ഐ കോൺടാക്ട് പോയപ്പോഴത്തേക്ക് എന്റെ കൂടെ നിൽക്കുന്ന കുട്ടിപ്പട്ടാളം അതിനെ അട്രാക്ട് ചെയ്ത് വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഞാൻ തിരിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അപ്പൊ ദേ ഈ ഒരു ഇങ്ങനെ തുറക്കാൻ പറ്റുംന്നുള്ളത് സത്യം പറഞ്ഞാല് ഞാൻ ഇത്രയും നാളായിട്ട് എനിക്കറിയില്ലായിരുന്നു. ദേ ഇപ്പഴാണ് ഞാൻ വീഡിയോസൊക്കെ നോക്കിയപ്പോ ഇങ്ങനൊരു സെറ്റപ്പ് ഇതിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോ എന്താണ് ഇത് വരാത്തതെന്നുള്ളത് അറിയാൻ വയ്യ. പെട്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഒന്ന് പിടിച്ച് വലിച്ചപ്പോഴത്തേക്ക് അതിങ്ങ് വന്നു. ഫസ്റ്റ് ഞാൻ വളരെ ബലപ്പെട്ടൊക്കെ പിടിച്ചപ്പോഴൊന്നും വന്നില്ല. അപ്പോൾ ഡോളറാമിന്ന് വാങ്ങിച്ചതെന്ന് പറയുന്നത് ഒരു ലാർജും ഒരു സ്മോളും ആയിരുന്നു. അപ്പൊ അങ്ങനെ 2 പാക്കറ്റ് അവിടെ അവൈലബിൾ ആയിരുന്നു. അതാണ് വാങ്ങിച്ചത്. അപ്പൊ അതെടുത്ത് അതിനുള്ളിൽ വെച്ചിട്ട് ഞാനിത് തിരിച്ച് ആ കോയില് ഫിക്സ് ചെയ്ത് വെക്കാണ്. സംഭവം അത്രയ്ക്കേ ഉള്ളൂ. ഇത് ചെയ്തു വെച്ചാലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ അടിയിലുള്ള ആ ഒരു ബ്ലാക്ക് പ്ലേറ്റ് കാണുന്നില്ലേ? അപ്പൊ അത് പെട്ടെന്ന് എപ്പോഴും അഴുക്കായാലും നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാവുമ്പോ ഒന്നുകിൽ ഇത് ക്ലീൻ ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് പുതിയതെടുത്ത് ഇടാം. ആ രീതിയില്. പിന്നെ ചിലരൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഫുൾ ടോപ്പിലായിട്ട് ഇങ്ങനെ ഫോയിൽ പേപ്പർ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.